ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട രാവിലെ തന്നെ കുളിച്ചു തുടങ്ങി എങ്ങോട്ടാണ്? നമുക്കിന്ന് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് തന്നെ യമഹൻ്റെ ഷോറൂമിലേക്കായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി ഇന്ന് ഡെലിവറി ഡേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം പോയി സൈനൊക്കെ ചെയ്തു, വണ്ടിയൊക്കെ ഇറക്കി നമ്മൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾ സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 12 മണിക്ക് നമ്മുടെ ഹാമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോറിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും ബോക്സ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഓൾറെഡി നമ്മൾ ഫ്രെയിം തന്നെ ഇവർക്ക് വേണ്ടി തന്നെയായിരുന്നു ഫ്രെയിം വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അവിടെ പോയതും അതും ഏകദേശം റെഡിയാണ്. ആ ദിവസം തന്നെ ഒരു കുഞ്ഞ് ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിതാണ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഹാമ്പർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ആൾക്കിത് എമർജൻസി ഓർഡർ ആയിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിൽ വന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനുള്ള സ്റ്റാർട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഈ ബോക്സിനുള്ളിൽ ഒരു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ജൂൺ 6-നാണ് ആളുടെ മാരേജ്. അപ്പോൾ എബ്രോഡിലുള്ള കസ്റ്റമറാണ് നമുക്ക് ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് ഈ ഒരു മാരേജ് ദിവസം നമുക്ക് അവിടെ എത്താൻ കഴിയില്ല പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഒരു ഓർഡർ പ്ലാൻ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡിങ് ആക്കിയിരിക്കുന്നത് ഒരു ഡ്രസ്സ്, ആൾക്കൊരു കുർത്ത വെച്ചിട്ടുണ്ട്, കുറച്ച് ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെയാണ് ഒരു പെർഫ്യൂമും കൂടെ ആൾ ഇൻക്ലൂഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്ലവേഴ്സ് വെച്ച വീഡിയോസൊന്നും നമുക്കപ്പോൾ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റാപ്പിംഗ് കഴിഞ്ഞു. അതിന് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ കസ്റ്റമർക്ക് എമർജൻസി ആയതുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഏകദേശം ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സെലമൊക്കെ ഒട്ടിച്ച് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ അത് ജൂൺ 6-നുള്ളിൽ എത്തണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം കൊറിയർ ഓഫീസിൽ പോകേണ്ട കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കൊറിയർ ഓഫീസിലേക്ക് പോയി. ഏകദേശം എപ്പോൾ പോകുമ്പോഴത്തേനും നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ പോയപ്പോഴത്തേനും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ആൾ ബില്ലൊക്കെ അടിച്ച് നമുക്ക് കൈ തന്നിട്ടുണ്ടായിരുന്നു. തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബില്ലിങ് നമ്മൾക്ക് ടോട്ടൽ ആയത് 218 രൂപയാണ് ഗൈസ്. അതായത് പാലക്കാട് നിന്ന് കോട്ടയത്തിലോട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയതും പോയിട്ടുണ്ടായിരുന്നു ലൈമ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ലൈമൊക്കെ കഴിച്ചു, ലൈമ് കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ടേക്ക് തന്നെയാണ് ഗൈസിന് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്